എല്ലാവർക്കും നമസ്കാരം. അമ്മ മനസ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി ടേസ്റ്റായ മാമ്പഴ പുളിശ്ശേരിയുടെ റെഡിയായി. ഇന്ന് നാട്ടുമാമ്പഴം വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. ചെറിയ മാമ്പഴം, എന്താ സ്മെല്ല്! പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴം പൊളിച്ചെടുത്തുകൊണ്ട് വെച്ചു. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം ചേർത്തൊന്ന് ഇളക്കി ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. മാമ്പഴം തിളച്ച് നന്നായിട്ട് വെന്തു. ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഈ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വറ്റി വരണം. ഇത് വറ്റി വരട്ടെ. മൂടി വെക്കാം. 1/4 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, ഇത് നല്ല കട്ട തൈര്. ഈ തൈര് ചേർത്ത് അരച്ച് കൊണ്ടുവരാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും ചേർത്ത് തൈരും കൂടി ഒഴിക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. മാമ്പഴം ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വറ്റി. ഇനി തേങ്ങയും തൈരും കൂടെ ചേർത്ത് അരച്ചത് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. മാമ്പഴ പുളിശ്ശേരി ചെറുതായിട്ട് തിളച്ച് കുറുകി വന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യിൽ കടുക് പൊട്ടിച്ച് ഒഴിക്കണം. 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ എല്ലാം ചേർത്ത് കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക് താളിക്കാൻ 1/2 ടീസ്പൂൺ നെയ്യ്, കടുക് പൊട്ടി 1/4 ടീസ്പൂൺ ഉലുവ, വറ്റൽമുളക്, കടുക് താളിച്ച് ഒഴിക്കാം. അടിപൊളി ടേസ്റ്റായ മാമ്പഴ പുളിശ്ശേരിയുടെ റെഡിയായി. ചട്ടി കാലിയായത് ഇവിടെ അറിഞ്ഞേയില്ല. എല്ലാവരും ട്രൈ ചെയ്യൂ. ഈ വിഷുവിന് സ്പെഷ്യൽ ഐറ്റമായിട്ട് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.